കുറച്ച് തേങ്ങ വിശേഷം നമുക്ക് പറയാം. ഇവിടുത്തെ ഞങ്ങളിന്നേ കുറച്ച് തേങ്ങ ഇങ്ങ് അടുത്തുകൊണ്ട് വന്നതാണേ, വല്യമ്മയുടെ അവിടെ നിന്ന് നെടുവങ്ങാടുന്ന്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഇങ്ങനെ വെറുതെ കൂട്ടിയിട്ട് വെച്ചുകൂടാ തേങ്ങ. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തിരിയണം. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞിട്ട് ഇളതായിട്ടുള്ള തേങ്ങ പ്രത്യേകം, മൂത്ത തേങ്ങ പ്രത്യേകം, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ തേങ്ങ കിടക്കത്തുള്ളൂ. അപ്പം ഏറ്റവും മൂത്ത തേങ്ങകൾ ഇപ്പോൾ ഉപയോഗിക്കണം, എന്നിട്ട് പച്ച തേങ്ങകളും എടുത്തു കൊടുക്കണം. അതല്ലാണ്ട് നമ്മൾ ഈ അപ്പത്തിനരയ്ക്കാനും അങ്ങനെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം ഈ കൊണ്ടുവന്നതിൽ നമ്മൾ ഉണക്കത്തേങ്ങകൾ ദേ ഇവിടെ 2 ചാക്കിൽ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 ചാക്ക് പച്ചത്തേങ്ങ തിരിഞ്ഞ്, ബാക്കി ഇനി തിരിയാനുള്ളതാണ് വേണ്ടേ ഇനി എടുക്കാനുള്ളത്. കണ്ടോ, അതിനി ഒരു ചാക്കും കൂടി ഉണ്ട്. 3-4 ചാക്കുണ്ടായിരുന്നു, അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി കരിക്കും ഉണ്ട്. ഒരു ചാക്കിൽ കരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചാക്കിൽ എല്ലാം കയറ്റാണ്ട് എല്ലാം കൂടെ എന്താ വെച്ചാൽ നിറച്ച് ഡിക്കിയിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. 1-2 ചാക്കിലും ബാക്കി ഡിക്കിയിൽ വെറുതെ ഇട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നിട്ട് എല്ലാം ചാക്കിലോട്ട് കയറ്റി വെച്ചതാണ്, മിക്സ് ചെയ്ത്. ഇനി ഇത് തിരിഞ്ഞ് മാറ്റി വെക്കുകയാണ്. തിരിഞ്ഞ് മാറ്റി വെക്കാനായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കരിക്ക് പ്രത്യേകം, പച്ചത്തേങ്ങ പ്രത്യേകം, പച്ചത്തേങ്ങ വെള്ളം വീഴാത്തൊരു സൈഡിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണക്കത്തേങ്ങ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങാൻ അങ്ങനെ മാറ്റിയിടുവാണ്. കണ്ടോ, ഇതാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ തേങ്ങ വിശേഷം.